പ്രിയമുള്ളവരെ, ബിഗ് ബോസ് താരവും തൃക്കാക്കരയിൽ NDA സ്ഥാനാർത്ഥിയുമായിരുന്ന അഖിൽ മാരാരെ അദ്ദേഹത്തെ ഏറ്റവും നല്ലതുപോലെ അനാലിസിസ് ചെയ്തിട്ടുള്ള വ്യക്തിത്വമാണ് പാലക്കാട് MLA രമേശ് പിഷാരടി എന്ന് പറയാം. കാരണം രമേശ് പിഷാരടി പാലക്കാട് ഇലക്ഷനിൽ മത്സരിക്കുന്ന സമയത്ത് അഖിൽ മാരാരുടേതായ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. അഖിൽ മാരാർ പറഞ്ഞത്, രമേശ് പിഷാരടിക്ക് കോൺഗ്രസ്സിൽ ഒരു പാരമ്പര്യവുമില്ല, അദ്ദേഹം സമരം ചെയ്തിട്ടില്ല, ജയിലിൽ കിടന്നിട്ടില്ല, ചാനൽ ചർച്ചകളിലൊക്കെ വന്നിരുന്ന് ഇങ്ങനെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം പറയുന്നു, പൈസയുണ്ട് അതുകൊണ്ടാണ് സ്ഥാനാർത്ഥിയാക്കിയത്, എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണ് രമേശ് പിഷാരടിക്ക് ഉള്ളത് എന്നൊരു ചോദ്യം അഖിൽ മാരാർ ചോദിച്ചിരുന്നു. അതിന് മറുപടിയായി രമേശ് പിഷാരടി പറഞ്ഞ ഒരു കാര്യമുണ്ട്. അഖിൽ മാരാർ പറയുന്നതൊന്നും കാര്യമാക്കണ്ട, കാരണം ഇപ്പോൾ എന്നെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1-2 ആഴ്ച കഴിയുമ്പോൾ അഖിൽ മാരാർ എന്നെ മഹാൻ ആയി ചിലപ്പോൾ ചിത്രീകരിച്ചേക്കാം. പറയുന്ന അഭിപ്രായങ്ങൾ സ്ഥിരതയില്ലാത്ത ആളാണ് അഖിൽ മാരാർ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഒരു 3 വർഷമൊക്കെ ഒബ്സർവേഷനിൽ വെച്ചിരിക്കണം. അതിനുശേഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയെക്കുറിച്ച് അഭിപ്രായം പറയേണ്ടതുള്ളൂ. ഇന്ന് അദ്ദേഹം വിമർശിക്കുന്ന ആളുകളെയൊക്കെ നാളെ അദ്ദേഹം മഹാനായി ചിത്രീകരിച്ചേക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് വളരെ കൃത്യമാണ്. കാരണം ക്യാരക്ടർ അനാലിസ് ചെയ്തിട്ടുള്ള ഒരു വിമർശനമായിരുന്നു രമേശ് പിഷാരടിയുടേത് അഖിൽ മാരാർക്കെതിരെ എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പ്രത്യേകിച്ചും അഖിൽ മാരാരുടെ ഒരു രാഷ്ട്രീയം, അദ്ദേഹത്തിൻ്റെ നിലപാടുകളൊക്കെയും നമ്മൾ ഇങ്ങനെ അനാലിസ് ചെയ്യുമ്പോൾ രമേശ് പിഷാരടി പറഞ്ഞത് 100% സത്യമാണ്. അങ്ങനെയായിരുന്നു അഖിൽ മാരാരുടെ രാഷ്ട്രീയത്തിലെ ഈ വളർച്ചയും രാഷ്ട്രീയ കൂടുമാറ്റങ്ങളും എന്നൊക്കെ. പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം തുടങ്ങുന്നത് കോൺഗ്രസ്സുകാരനായിട്ടാണ്. കൊട്ടാരക്കരയിൽ പ്രാദേശിക കോൺഗ്രസിൻ്റെ പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ട് അദ്ദേഹം മുന്നോട്ട് പോകുന്നു. പിന്നീട് ബ്ലോക്കിലോ മറ്റോ മത്സരിക്കുവാൻ സീറ്റ് ചോദിച്ചു, സീറ്റ് കൊടുക്കുന്നില്ല. അങ്ങനെ അദ്ദേഹം റിബലായി മത്സരിച്ചു. ബ്ലോക്കിൽ 1000 സംതിങ് വോട്ടുകൾ പിടിക്കുന്നു, പരാജയപ്പെടുന്നു, 3-മോ 4-മോ സ്ഥാനമൊക്കെ എത്തുന്നു. പിന്നീട് അദ്ദേഹം BJP പോകുന്നു. BJPയുടെ ജില്ലാ യുവമോർച്ചയുടെ അവരുടെ യുവജന സംഘടനയുടെ ജില്ലാ വൈസ് പ്രസിഡൻറ്റോ മറ്റോ ആകുന്നു. അതിനുശേഷം അദ്ദേഹം ബിഗ് ബോസിലെത്തുന്നു. അതിനു മുമ്പ് അദ്ദേഹം സിനിമ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ബിഗ് ബോസിലെത്തിയതിനു ശേഷം അദ്ദേഹം ബിഗ് ബോസ് വിന്നറാകുന്നു, പൈസയാകുന്നു, പ്രശസ്തിയാകുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ വന്നാൽ കൊള്ളാം, MLA ആയാൽ കൊള്ളാം എന്നൊക്കെയുള്ള ഒരു തീരുമാനത്തിലേക്ക് അദ്ദേഹം എത്തുന്നു. പക്ഷേ അതിന് BJP ഒരിക്കലും അനുയോജ്യമായ രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. കാരണം BJPക്ക് സാധ്യതയുള്ള സീറ്റുകൾ കേരളത്തിൽ വിരളമാണ്. നിയമം അതുപോലുള്ള സീറ്റുകൾ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിനാണെങ്കിൽ കൊട്ടാരക്കരയിൽ മത്സരിക്കുവാനാണ് താല്പര്യം. അതുകൊണ്ട് തന്നെ അദ്ദേഹം പണ്ടുപേക്ഷിച്ച കോൺഗ്രസിൻ്റെ കതർ വീണ്ടും എടുത്തിടുന്നു, കോൺഗ്രസ് നേതാക്കളെ പ്രകീർത്തിക്കുന്നു. ഒപ്പം തന്നെ ചില സമയത്ത് അദ്ദേഹം സംഘിയാണോ കോൺഗ്രസ്സുകാരനാണോ എന്നൊക്കെ വ്യക്തമാകാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഒരു പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് പോകുന്നു. അതായത് ഒന്നുകിൽ കോൺഗ്രസ് കൊട്ടാരക്കരയിൽ സീറ്റ് കൊടുത്തില്ലെങ്കിൽ അവിടെ BJP ടിക്കറ്റിലെങ്കിലും മത്സരിക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ ഉണ്ടാകുന്നത്. ഒന്നുകിൽ അവിടെ ഒന്നുകിൽ ഇവിടെ എന്ന രീതിയിൽ. കാരണം കൊട്ടാരക്കരയെ സംബന്ധിച്ച് അദ്ദേഹം കൊട്ടാരക്കര സീറ്റ് മോഹിച്ചിരുന്നുവെങ്കിലും കോൺഗ്രസ് ആ സീറ്റ് കൊടുക്കുമോ എന്ന കാര്യത്തിൽ അവിടുത്തെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന ആളുകൾക്ക് ഒട്ടും സംശയമുണ്ടായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് ആ സീറ്റ് കോൺഗ്രസ് കൊടുക്കുവാൻ സാധ്യതയില്ല. അവിടെ 2016 42,000 പരം വോട്ടുകൾക്ക് LDF വിജയിച്ച സ്ഥലത്താണ് രശ്മി എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി വന്ന് അവരുടെ ഭൂരിപക്ഷം, LDFൻ്റെ ഭൂരിപക്ഷം 10,000 വോട്ടായി കുറയ്ക്കുന്നത്. എന്തായാലും അവിടെ രശ്മിക്ക് തന്നെയാണ് സ്ഥാനാർത്ഥിത്വം എന്നത് കൊട്ടാരക്കരയുടെ രാഷ്ട്രീയം അറിയുന്ന ആർക്കും വ്യക്തമായിരുന്നു. പിന്നീട് ഐഷാപോറ്റി LDF വിട്ട് കോൺഗ്രസ്സിലെത്തുന്നതോടുകൂടിയാണ് രശ്മിയുടെ സ്ഥാനാർത്ഥിത്വം അവിടെ ഇല്ലാതാകുന്നതും രശ്മി BJPയിലോട്ട് പോകുന്നതും. അല്ലെങ്കിൽ എന്തായാലും രശ്മി തന്നെയായിരുന്നു അവിടെ സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ അഖിൽ മാരാരെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു രാഷ്ട്രീയ മോഹമുണ്ടായിരുന്നു, അവിടെ മത്സരിക്കുക, കൊട്ടാരക്കരയിൽ മത്സരിക്കുക എന്ന്. അദ്ദേഹം വെറുതെ വ്യാമോഹിച്ചതാണ്. കാരണം അദ്ദേഹം വിചാരിച്ചു ബിഗ് ബോസിൽ കിട്ടിയ വോട്ടുകളൊക്കെയും അത് നിയമസഭയിലും ഒക്കെ കിട്ടും, അദ്ദേഹത്തിന് വിജയിച്ചു വരാം എന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ധാരണ. അദ്ദേഹം അങ്ങനെയാണ് പറയുന്നത്, എനിക്ക് അവിടെ 10,000 വോട്ടുണ്ട്, ഇവിടെ 20,000 വോട്ടുണ്ടെന്നൊക്കെ. പക്ഷേ അത് യാഥാർത്ഥ്യവുമായിട്ട് പുലബന്ധം പോലുമില്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയ മോഹം വെച്ച് അദ്ദേഹം മിക്കപ്പോഴും ഈ രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ അടുക്കളയിൽ പോയി നിൽക്കുക, അടുക്കളയിലേക്ക് നുഴഞ്ഞു കയറുക, പിന്നീട് രമേശ് ചെന്നിത്തലയുമായിട്ടിരുന്ന് ഇഡ്ഡലി തിന്നുക, ആ ഇഡ്ഡലി കഴിച്ചതിൻ്റെ ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്യുക ഫേസ്ബുക്കിൽ. അപ്പോൾ ആളുകളൊക്കെ വിചാരിച്ചു അദ്ദേഹത്തിന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ എന്തൊക്കെയോ വലിയ സ്വാധീനമുണ്ട്, അദ്ദേഹം ഒരുപക്ഷെ കൊട്ടാരക്കരയിൽ മത്സരിച്ചേക്കാം. നമുക്കറിയാവുന്നതാണ് കോൺഗ്രസ് നേതാക്കന്മാരൊക്കെ അവരൊക്കെ വളരെ സൗമനസ്യമുള്ള ആളുകളാണ്. നമ്മൾ എവിടെ പോയി കണ്ടാലും അവർ നമ്മളെ സ്വീകരിക്കും, അവർ സ്വീകരിച്ച് ആനയിച്ചിരുത്തും, ഇഡ്ഡലി തരും. വളരെ സൗഹൃദപരമായിട്ട് സ്നേഹത്തിൻ്റെ രാഷ്ട്രീയം സംവദിക്കുന്ന ആളുകളാണ് രമേശ് ചെന്നിത്തലയായാലും VD സതീശനായാലും KC വേണുഗോപാലായാലും ഒക്കെ. പക്ഷേ അവർ ഒരുപക്ഷെ ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടിരുന്നിരിക്കാം. കാരണം അദ്ദേഹം ഇടയ്ക്കൊക്കെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കൂടി പറഞ്ഞിരുന്നു. പക്ഷേ ഇടയ്ക്കിടയ്ക്കൊക്കെ അതിൽ അദ്ദേഹത്തിൻ്റെ സംഘി രാഷ്ട്രീയവും അതിലൊക്കെ നിഴലിച്ചിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും
കൊട്ടാരക്കരയിൽ അവസാന നിമിഷം അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ല. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയൊക്കെ തെറി വിളിച്ച്, നേതാക്കന്മാരെയൊക്കെ തെറി വിളിച്ച് പോയി. അദ്ദേഹം പറഞ്ഞു വി ഡി സതീശൻ പറ്റിക്കപ്പെടും, വി ഡി സതീശൻ ഒരിക്കലും മുഖ്യമന്ത്രിയാകില്ല, വി ഡി സതീശനെ മുൻനിർത്തി കോൺഗ്രസ് വോട്ട് പിടിക്കും, പക്ഷേ ഇലക്ഷനിൽ വിജയിച്ചു കഴിഞ്ഞാൽ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകില്ല ഉറപ്പ് എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഈ പ്രഖ്യാപനങ്ങളൊക്കെ ജലരേഖകൾ പോലെ ഒന്നും വ്യർത്ഥമായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ തനിക്ക് കൊട്ടാരക്കര സീറ്റ് നൽകാം എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തെ എൻ ഡി എയിൽ കൊണ്ടുവന്നത്. അന്ന് 2020 നേതാവ് സാബു അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖറുമായിട്ട് സംസാരിച്ച് സീറ്റ് ഉറപ്പ് നൽകിയിരുന്നു, കൊട്ടാരക്കര സീറ്റ്. അങ്ങനെയാണ് അദ്ദേഹം 2020 വന്നത്. പക്ഷേ തന്നെ പറ്റിച്ചു, തന്നെ കൊണ്ടുപോയി മറ്റൊരു സീറ്റിലിട്ടു, തൃക്കാക്കര ഇട്ടു. അതാണ് തനിക്ക് പരാജയപ്പെടുവാൻ കാരണം. കൊട്ടാരക്കര ആയിരുന്നെങ്കിൽ താൻ വിജയിക്കുമെന്നൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരവകാശവാദം. നമ്മുടെ നാട്ടിലെ ഈ സെലിബ്രിറ്റികൾ, പ്രത്യേകിച്ച് 2020 സെലിബ്രിറ്റികളുടെയൊക്കെ ഒരു ധാരണയുണ്ട്, 2020 കുറച്ച് വോട്ടുകൾ ആളുകൾ ഇട്ടു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമസഭയിലൊക്കെ മത്സരിച്ചാൽ മഹാഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചു കളയും ജനങ്ങൾ എന്ന ഒരു മിഥ്യാധാരണ അവർക്കുണ്ട്. കുറച്ചധികം 2020 സ്ഥാനാർത്ഥികളെ കഴിഞ്ഞ പ്രാവശ്യം ഈ എൻ ഡി എ പ്രത്യേകിച്ചും 2020 പരീക്ഷിച്ചിരുന്നു. ബിഗ് ബോസ് താരങ്ങളെ അഞ്ജലി നായർ ആയാലും അതുപോലെ ആരതി ഡി നായർ, എനിക്ക് തോന്നുന്നു അവർ മത്സരിച്ചത് കോട്ടയം ജില്ലയിലെ ഏതോ സീറ്റിലാണ്. പിന്നെ നമ്മുടെ ഡോക്ടർ റോബിൻ കുണ്ടറ സീറ്റിൽ അദ്ദേഹത്തിന് 12,000 പരം വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. ബി ജെ പിയുടെ ഏറ്റവും കുറഞ്ഞ വോട്ടുകൾ പിടിച്ച സ്ഥാനാർത്ഥികളിൽ ഒരാളാണ് റോബിൻ എന്നാണ് എൻ്റെ വിശ്വാസം. അതായത് പരിപൂർണ പരാജയമായിരുന്നു ഈ 2020 പരീക്ഷിച്ച ബിഗ് ബോസ് സ്ഥാനാർത്ഥികൾ എന്നതാണ് യാഥാർത്ഥ്യം. അവർ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാകാം ബിഗ് ബോസ് സ്ഥാനാർത്ഥികളൊക്കെ എവിടെയെങ്കിലും കൊണ്ട് നിർത്തിയാൽ ആളുകൾ വോട്ടിടുന്നു. അങ്ങനെയൊന്നും വോട്ടിടുന്ന ഒരു സമ്പ്രദായം കേരളത്തിലെ ജനങ്ങൾക്കില്ല. 2020 അല്ലെങ്കിൽ ബിഗ് ബോസിൻ്റെ ഒക്കെയും ഒരു റേഞ്ച് എന്ന് പറയുന്നത് ആളുകൾക്കറിയാം. അതുകൊണ്ട് തന്നെ അവർ പരാജയപ്പെടുത്തി വീട്ടിലിരുത്തി എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇപ്പോൾ അഖിൽമാരാരുടെ ഒരു പുതിയ പ്രസ്താവന വന്നിരിക്കുന്നു. താൻ 2020 വിടുന്നു, തൻ്റെ ബൈക്ക് വിറ്റ്, തൻ്റെ വസ്തുക്കളൊക്കെ വിറ്റാണ് താൻ ഇലക്ഷനിൽ മത്സരിച്ചത്, 2020 തന്നെ ചതിച്ചു, പൈസ തന്നില്ല ഇലക്ഷൻ ഫണ്ടിന് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു. സ്ഥിതിഗതികൾ വിലയിരുത്തുമ്പോൾ അദ്ദേഹം കോൺഗ്രസിലേക്ക് മടങ്ങുവാനാണ് സാധ്യത കൂടുതൽ എന്ന രീതിയിലാണ് വിശകലനങ്ങളൊക്കെ വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഈ പാറ്റകളുടെ സമരവുമായി ബന്ധപ്പെട്ട് ജന്തർ മന്ദർ നടന്ന സമരത്തെ അനുകൂലിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പോസ്റ്റ് കണ്ടപ്പോഴേ, അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോളിൽ പോസ്റ്റ് ചെയ്തപ്പോഴേ എനിക്ക് ഈ അദ്ദേഹത്തിൻ്റെ ഗതിമാറ്റത്തിൻ്റെ ഓന്തുമാറ്റത്തിൻ്റെ ഒരു സ്വഭാവം മനസ്സിലായതാണ്. അദ്ദേഹം ഉടനെ തന്നെ എൻ ഡി എ ഉപേക്ഷിക്കും എന്ന് മനസ്സിലായതാണ്. പക്ഷേ ഇന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. കുറച്ച് ദിവസം എടുക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഇന്ന് തന്നെ അദ്ദേഹം ഇപ്പോൾ 2020 വിറ്റു, എൻ ഡി എ വിറ്റു എന്ന് പറയുകയാണ്. എന്തായാലും ഇനി അദ്ദേഹത്തെ രമേശ് ചെന്നിത്തലയോടോ കെ.സി. വേണുഗോപാലിൻ്റെ ഒക്കെ അടുക്കളയിൽ കാണാം. ഇഡ്ഡലി തിന്നുന്ന പുതിയ ഫോട്ടോയും വീഡിയോയുമായിട്ട് അദ്ദേഹം വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരുപക്ഷെ അദ്ദേഹത്തിന് കുറച്ചുകൂടി സേഫായിട്ടുള്ളത് കോൺഗ്രസ് ആയിരിക്കും. കാരണം ഇപ്പോൾ അധികാരത്തിൻ്റെ തണലിലാണ് കോൺഗ്രസ്. മന്ത്രിമാരുടെ വസതികളിലൊക്കെ കറങ്ങി നടക്കാം. അതൊക്കെ അദ്ദേഹത്തിന് ഉപകാരപ്രദമാണ്. ഒരു സെലിബ്രിറ്റി എന്ന രീതിയിൽ അദ്ദേഹത്തെ അവരൊക്കെ സ്വീകരിച്ച് ആനയിക്കും എന്നതും സംശയമില്ലാത്ത കാര്യമാണ്. എന്തായാലും അഖിൽമാരാരുടെ ഓന്ത് രാഷ്ട്രീയം അത് ഏറ്റവും കൂടുതൽ വ്യക്തമായി വിവക്ഷിച്ചിട്ടുള്ളത് നമ്മുടെ രമേശ് പിഷാരടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങുകയാണ്. മറ്റൊരു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നവരെ ജയ് ഹിന്ദ്.